ആ ഗോവർദ്ധൻ, ഞാൻ വീട്ടിൽ നിന്ന് വിളിക്കാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ വേണ്ടതോടെ നോക്കണം. ഇവിടെ ഒരു കുഴപ്പമില്ല പാലേട്ടാ. സുലോചനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ ഒരു സ്ത്രീ വേണമെന്ന് ആവശ്യപ്പെട്ട ആരെങ്കിലും വേണ്ടേ? ഇവിടെ അലീനയുണ്ട്, വേണമെങ്കിൽ അവളോ നോക്കിക്കോളൂ. അത് വൈജേച്ചിയുടെ ആംഗളമാർക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നില്ല. അവരുടെ ഇഷ്ടം നോക്കേണ്ടത് ഹോസ്പിറ്റലല്ല, അവരുടെ വീട്ടില്. ഹോസ്പിറ്റലിൽ നോക്കേണ്ടത് വൈജയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതാ. പാലേട്ടാ, പിന്നെ വീട്ടിൽ ചെന്നിട്ട് എന്തായി? അലിനെ തിരികെ കൊണ്ടുവന്നപ്പോ എന്റെ വീട്ടിൽ ആരൊക്കെ വേണമെന്ന് ഞാനല്ലേ നിശ്ചയിക്കണ്ടേ? കമലയ്ക്കും ശിവേട്ടനും ഹരിക്കും ഭരിക്കാനൊരു വീടങ്ങ് കൊല്ലപ്പള്ളിയിലുണ്ട്, കൈതക്കൽ വീട്. ഇവിടുന്ന് ഞാൻ എല്ലാത്തിനും അടിച്ചിറക്കി. ഇപ്പൊ ഒരു കൊല്ലപ്പള്ളി വീട്ടിൽ തിരിച്ചെത്തിക്കണം. ശിവേട്ടൻ നേരെ ഇങ്ങോട്ടാ പോകുന്നത്. രാജീവേട്ടനുമായി എന്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഗോവർദ്ധൻ തന്നെ ഒരു നോട്ടം വേണം എല്ലാവരും. വൈജയുടെ ആങ്ങളമാർ രണ്ടും വിഷമാ, അടുപ്പിക്കണ്ട. ആരെന്ത് പറഞ്ഞാലും എനിക്ക് ബാലേട്ടൻ പറയുന്നതല്ലാതെ വേറൊന്നും പറ്റത്തില്ല എന്നങ്ങ് പറഞ്ഞേക്കണം. ഓക്കെ പാലേട്ടാ. ആ ശരി. അച്ഛാ, അച്ഛൻ ഇന്ന് വല്ലതും കഴിച്ചോ? ഇല്ലല്ലോ. വിശപ്പ് കെട്ടുപോയി, കഴിക്കുന്ന കാര്യം ഓർമ്മയിലോട്ട് വന്നില്ല. ഭയങ്കര ടെൻഷനായിരുന്നു അല്ലേ? നീ എന്ത് കഴിച്ചു? അച്ഛന്റെ കാര്യം പോലെ എന്റെ വിശപ്പ് തോന്നിയതേ ഇല്ല. ഇത്രയും ടെൻഷൻ ഉണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഒന്നും കഴിക്കാതെ പിടിച്ചു നിൽക്കാം. എന്നാ മോൾ ആദ്യം പോയി എന്തെങ്കിലും കഴിക്കാന്നോ? അല്ല, ഞാൻ എന്തേ സംസാരിക്കണ്ട, കഴിച്ചിട്ടോ. വാ കേറ്. എങ്ങോട്ടാ? കേറാൻ പറഞ്ഞാ കേറിക്കോണം. കേറ്. രണ്ട് കൈ കൂട്ടി കെട്ടിപ്പിടിയിടി. ഓ, ഇത് എങ്ങോട്ടായി പോകുന്നേ? പറയാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ 10 കിലോമീറ്റർ കഴിഞ്ഞല്ലോ, ഒന്ന് പറ. കാനന ചോലയിൽ ആട് മേയ്ക്കാൻ പോവാ നമ്മൾ. കാനനച്ചോലയോ? അതെവിടെയോ? കുറച്ചും കൂടെ പോയാ മതി. എന്നെ പറ്റിക്കാനാണോ? നിന്നെ പറ്റിക്കാനാണെങ്കിൽ അതെനിക്ക് എപ്പോഴേ ആവായിരുന്നു. മനുവേട്ടനും ഇന്ന് ഉപവാസമല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കാൻ മറന്നു വന്ന കുറെ സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? നമ്മൾ ഭയങ്കരമായിട്ട് ആപത്തിപ്പെട്ടിരിക്കുകയാണെങ്കിൽ വിശപ്പ് അറിയാതെ പോകും. നമ്മൾ അസ്ഥയ്ക്ക് പിടിച്ച് പ്രേമത്തിൽ പെട്ടിരിക്കുകയാണെങ്കിൽ വിശപ്പ് അറിയത്തില്ല. നമ്മൾ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയാൽ വിശക്കത്തില്ല. നമ്മൾ കടുത്ത അപമാനത്തിൽ ആഴ്ന്നു പോയാൽ വിശപ്പ് അറിയില്ല. ഈ പറഞ്ഞതെല്ലാം ശരിയാ. ആന്റി അപകടത്തിൽ പെട്ടെന്ന് കേട്ട ശേഷം ഇതുവരെ ഞാൻ വിശപ്പ് ദാ അറിഞ്ഞിട്ടില്ല. ഒരു സോറി പറയാൻ വിട്ടുപോയി. എന്നോടോ? ആ, വേറെ ആരോട്? എന്തിന്? എന്റെ അച്ഛനും അമ്മയും അച്ഛനും കൂടെ ആണല്ലോ അലിനോട് അത്രയും മോശമായിട്ട് പെരുമാറിയത്. അതിന് സോറി പറയാൻ പോയാ മനുവേട്ടൻ അതിനെ നേരം കാണത്തുള്ളൂ. അവർ ഇനി അങ്ങനെയൊക്കെ ചെയ്യുമെന്നാണോ ഉദ്ദേശിച്ചത്? ഞാനിവിടെ നിൽക്കുന്നിടത്തോളം ദിവസം എനിക്കെതിരായിട്ട് പല പ്രവൃത്തി ഉണ്ടാവും. അത് അവരുടെ ആരുടെയും കുഴപ്പമല്ല, എന്റെ കുഴപ്പം. ഞാനിവിടെ വരരുതാത്തവളല്ലേ, വന്നാൽ തന്നെ വേഗം സ്ഥലം വിടേണ്ടവള്. എന്ന് വെച്ചാൽ അർഹിക്കാത്ത സ്ഥലത്താണ് ഇരിക്കുന്നതെന്നാണോ? അച്ഛൻ പറഞ്ഞ ഒരു നുണക്കഥയുടെ മേലെയല്ലേ ഞാൻ കയറിയിരിക്കുന്നേ. അച്ഛന്റെ കല്യാണത്തിന് മുൻപേ വേറെ ഏതോ സ്ത്രീയിൽ ജനിച്ച മകൾ. അങ്ങനെ ജനിച്ചതാണെങ്കിൽ പോലും എനിക്ക് ഈ വീട്ടിൽ കയറി താമസിക്കാൻ കൊള്ളാവോ? ഞാൻ ശരിക്കും അച്ഛൻ അങ്ങനെ ഒരു ബന്ധത്തിലുണ്ടായ മകളായിരുന്നുവെങ്കിൽ അച്ഛൻ എന്നെ ഇവിടെ താമസിപ്പിക്കാൻ ധൈര്യപ്പെടുമായിരുന്നു? ഒരിക്കലും ഇല്ല. ഇതല്ല സത്യം. ഇതിന്റെ നേരെ എതിർവശമാണ് സത്യമെന്ന് അറിയാവുന്നതിന്റെ അഹങ്കാരത്തിലല്ലേ അച്ഛൻ എന്നെ ഇവിടെ താമസിപ്പിക്കുകയും എന്റെ സ്വന്തം മകളാണെന്ന് എല്ലാരോടും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത്രയ്ക്കൊന്നും കടന്ന് ചിന്തിച്ചില്ല ഇതുവരെ. ഇങ്ങനത്തെ ചിന്തയൊക്കെ മനസ്സിലുണ്ടല്ലേ? ഞാൻ എല്ലാ വർഷവും നോക്കണ്ടേ മനുവേട്ട? ഒരാളെന്നെ ഉയർത്തിപ്പിടിച്ച ഞാൻ ഇവിടെ ഞെളിഞ്ഞിരിക്കുകയാണോ വേണ്ടത്? ഇത് ഞാൻ അർഹിക്കുന്ന സ്ഥാനമാണോ എന്ന് ആലോചിക്കണ്ടേ? ഒരു മുഖംമൂടി വെച്ചുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ? അത് ശരിയാണ്, പക്ഷെ മനുവേട്ടന് അറിയാലോ സത്യം. ആരോടെങ്കിലും പറയാൻ പറ്റൂ? ആ സത്യം പറഞ്ഞ ആർക്കെങ്കിലും അഭിമാനത്തോടെ എന്നെ കാണാൻ പറ്റൂ? അച്ഛൻ ഞാൻ അഭിമാനമാണോ? അച്ഛന് അഭിമാനമുണ്ടോ? ഞാൻ മാഡെന്ന് വിളിക്കുന്ന അമ്മയ്ക്ക് അഭിമാനമാണോ ഞാൻ? അമ്മയുടെ ബന്ധുക്കൾക്ക് അഭിമാനമാണോ ഞാൻ? ഒരിക്കലും അല്ലാന്ന് മാത്രമല്ല, എല്ലാവർക്കും അപമാനമാണ് ഞാൻ. അല്ലേ മനുവേട്ട? നീ പറഞ്ഞ അത്രയും വളരെ ശരിയാണ്, പക്ഷെ നീ അത്രയും ചിന്തിക്കേണ്ട എന്നാണ് എന്റെ അഭിപ്രായം. ഒന്നോട് പറഞ്ഞോട്ടെ, ഈ കൂട്ടത്തിൽ ഞാൻ കാരണം ഏറ്റവും കൂടുതൽ അപമാനം സഹിക്കേണ്ടി വന്നത് അച്ഛനാ. എല്ലാരും ഉണ്ടായിട്ടും ഞാനൊരു അനാഥയായി പോയില്ലോ എന്ന് ഓർത്തിട്ട് അച്ഛൻ എന്നെ കൈവിടാൻ വയ്യ. 10-23 വർഷത്തെ പരിശ്രമം കൊണ്ട് വളർത്തി എടുത്തുകൊണ്ട് വന്ന കുടുംബം തകർന്നു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭാര്യയുടെ മക്കളോടും സത്യം പറയാൻ വയ്യ. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പില് പരിഹാസ്യനാകുമല്ലോ എന്ന് വിചാരിച്ച് അവരോടും പറയാൻ വയ്യ. ഭാര്യയോട് പറഞ്ഞ പിന്നെ ഒരിക്കലും അഭിമാനത്തോടെ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോ വൈജയന്തിയോടും പറയാൻ വയ്യ. സ്നേഹിക്കാൻ പറ്റുമോ? അതുമില്ല. അച്ഛൻ ഇതിന്റെ എല്ലാം നടുവിൽ കിടന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുക. അച്ഛൻ അനുഭവിക്കുന്ന വേദനയൊന്നും ആരും അനുഭവിക്കുന്നില്ല. ഓരോ നുണക്കഥകൾ ഉണ്ടാക്കി അതിൽ തൂങ്ങി പിടിച്ചു നിൽക്കുക. നീയാണ് മോളെ എന്റെ ഊന്നുവടിയെന്ന് അച്ഛൻ പറയുമ്പോ എനിക്കറിയാം അതിന്റെ മുഴുവൻ അർത്ഥം ഞാനേ ഉള്ളൂ. അച്ഛൻ അലീന, ഞാനും ഉണ്ടല്ലോ. ഇതാണോ കാനനച്ചോല? അല്ല, കാനനച്ചോല ഇതിന്റെ ബാക്കി ആടില്ല. ഈ ആട് മേയ്ക്കാൻ ആടുകൾ എവിടെയാ? ഇവിടെ ഒരു ഒറ്റ ആടേ ഉള്ളൂ, ശരണ്യാട്. ഓ, എന്നെ മേയ്ക്കാൻ കൊണ്ടുവന്നാണോ? പിന്നെ അല്ലാതെ കണ്ടില്ലേ, പുല്ലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. മെയ്യുക, റിലാക്സ് ചെയ്യുക, പിന്നെ മെയ്യുക, റിലാക്സ് ചെയ്യും. ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ ആരേട്ടാ. അതല്ലേ പറഞ്ഞത്, കാനനച്ചോല പോലെ ഏകാന്ത സുന്ദരമായ സ്ഥലമാണ്. പ്രേമിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള സ്ഥലമാണിത്. ഇവിടെ ഫുഡ് കിട്ടോ? എന്ത് വേണം നിനക്ക്? ഇവിടെ ഒരു കുക്കുണ്ട്. നമ്മൾ ഓർഡർ ചെയ്താൽ അപ്പൊ തന്നെ ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്ത് തരും. വാ, നടക്ക്. അത് കൊള്ളാല്ലേ? അവിടെയോ? കൊള്ളാം, നല്ല സ്ഥലം, എനിക്കിഷ്ടായി. നമുക്ക് കുറെ സെൽഫി എടുക്കണം. നമ്മൾ ഒന്നിച്ച് നിൽക്കുന്ന. പിന്നെ അല്ലേ, അതിനല്ലേ നമ്മൾ ഇവിടെ വന്നേ. കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കുറെ ഫോട്ടോസ്, കിസ് ചെയ്യുന്ന ഫോട്ടോസ്. അയ്യ, അതൊന്നും വേണ്ട. മാനമര്യാദയ്ക്ക് മനുഷ്യരെ കാണിക്കാൻ കൊള്ളാവുന്ന ഫോട്ടോസ് മതി. അതൊക്കെ നിന്റെ ഇഷ്ടം. അതെ, ഇവിടെ റിസപ്ഷനിസ്റ്റ് ഒക്കെ ഞാൻ തന്നെയാ. ആണോ? സെക്യൂരിറ്റിയും കണ്ടില്ല, അത് ഞാൻ തന്നെയാ. ഇവിടെ ഫുഡ് കിട്ടുമോ? എന്നെ വേണമെന്ന് പറഞ്ഞാൽ മതി. ഈ കാന്താരി ചിക്കനും പൊറോട്ടയൊക്കെ കിട്ടും. തരാലോ. അത് കുറച്ച് പെരട്ടി വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കണം. കുക്കനോട് പറഞ്ഞാൽ മനസ്സിലാവോ? മനസ്സിലാകും സാർ. ഞാൻ നേരിട്ട് പറയാൻ വേണമെങ്കിൽ പറഞ്ഞോളൂ സാർ. അയാളൊന്ന് വിളിക്കുമായിരുന്നെങ്കിൽ നേരത്തെ പറയായിരുന്നു. കുക്കിനെയാണോ? അത് ഞാനാ സാർ. ചേടാ, ഇതെന്തോന്ന് 3 കണ്ടോ? ഒരു റൂമും കൂടെ വേണമായിരുന്നു. റൂമിന് എത്ര റെന്റ്? സാർ 3000 രൂപ സാർ. എന്തിനു റൂം? അല്ല, കുറച്ചേരം റെസ്റ്റ് എടുക്കണ്ടേ, പിന്നെ ഒന്ന് ഫ്രഷ് ആകാനും. 3000 രൂപ കൊടുത്ത് റൂം എടുക്കണ്ട. അത് സാരമില്ലെന്നേ. സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ റൂം എടുക്കണം സാർ. സ്റ്റേ ചെയ്യുന്നില്ല? ഇല്ലേ? വീട്ടിൽ പോണ്ടേ നമുക്ക്? സ്റ്റേ ചെയ്യുന്നില്ല. ഈ 1-2 മണിക്കൂറത്തേക്ക് എത്രയാവും റെന്റ്? ഇവിടെ അങ്ങനെ ദിവസം മുറിച്ചു കൊടുക്കാറില്ല സാർ.
ശരി 3000 തരാം. ഏതാ മതിയോ? ആ മതി സാർ. ഞാൻ QR കോഡ് എടുത്തു തരാം. ഇതാ. എന്തിനാ ഹരിയേട്ടാ വെറുതെ? ഏതായാലും നമ്മളിപ്പോ വന്നതല്ലേ, ഇരിക്കട്ടെ. സാർ ആധാർ കാർഡ് വേണം. ഞാൻ വാട്സാപ്പിൽ അയച്ചേക്കാം. ശരി സാർ. രജിസ്റ്റർ ഒന്നുമില്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ല സാർ. റൂം പോയി ഒന്ന് വിളിക്കൂ. റൂം ഒന്ന് കാണാനാ. സാർ അത് ഞാനാ. എന്റെ പൊന്നെ വേണമെന്നില്ല. ഓ ഹലോ ഹലോ ബാലേന്ദ്രൻ. ഓ ഗംഗേട്ടനാണോ? എന്നെത്തി ലോകപര്യടനത്തിലായിരുന്നു പറഞ്ഞു. ആയിരുന്നു. ഞാനിപ്പോ ഡൽഹിയിൽ എത്തിയതേ ഉള്ളൂ. അതെന്താ ഡൽഹി ഇറങ്ങിയ ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടിയില്ലേ? ഇവിടെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരെ കണ്ടിട്ട് പോകാൻ ഇറങ്ങിയതാ. റിട്ടയർ ചെയ്യുന്ന കാലത്ത് ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നല്ലോ ഞാൻ. ഇപ്പൊ ശരിക്കും എവിടെ ഗംഗേട്ടൻ? എയർപോർട്ടിലാണോ? എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മലതെടുത്തില്ലേ ഇവിടെ? ഉണ്ടല്ലോ. ഞാൻ വിളിച്ചെന്താന്ന് വെച്ചാ ഞാൻ ഡൽഹിയിൽ ലാൻഡ് ചെയ്തതിനു ശേഷം വിവരം അറിഞ്ഞത്. വൈജാഗ് ആക്സിഡന്റിൽപ്പെട്ട വിവരമായിരിക്കും അല്ലേ? ന്യൂയോർക്കിന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇടയ്ക്ക് മെസ്സേജ് പോലും നോക്കാൻ പറ്റിയില്ല. ശിവേട്ടനെ വിളിച്ചില്ലേ? വിവരങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ. പറഞ്ഞു. ബാലേന്ദ്രൻ അവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഗംഗേട്ടന്റെ പെങ്ങള് നാടക വേഷം കെട്ടി അളവായിരുന്നു കുറെ നാളായി. അതിന്റെ ഒരു റിസൾട്ടാ കഴിഞ്ഞ ദിവസം കണ്ടത്. തീർന്നിട്ടില്ല ആട്ടാ. വൈജിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ശിവനും രാജീവും പറഞ്ഞത് വളരെ സീരിയസ് ഇഞ്ചുറീസ് ആണെന്നാ. അതൊക്കെ ശരിയാണ്. എന്നാലും ജീവനുണ്ടല്ലോ ഗംഗേട്ട. അത്രയും മതി. അത്യാഗ്രഹം വേണ്ട. അതുപോലെ ആക്സിഡന്റ് ഉണ്ടായിട്ട് ഒരാളെ ജീവിച്ചിരിക്കുന്നതിന്റെ അതിശയം. ബാലേന്ദ്രൻ അവിടെ എന്തൊക്കെയോ കഥകൾ പറഞ്ഞു നടക്കുന്നു എന്ന് ശിവൻ പറഞ്ഞു. അതെ, പല കഥകളും പറയുന്നുണ്ട്. ഒറിജിനൽ സ്റ്റോറി തന്നെ പറയണമായിരുന്നോ? അതല്ല ബാലേന്ദ്രൻ ഞാൻ ഉദ്ദേശിച്ചത്. ബാലേന്ദ്രൻ പതിയെ പതിയെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ഒരു കുടുംബത്തിന്റെ രക്ഷയെ കരുതി പയ്യെ പയ്യെ ആ നാണക്കേടിന്റെ പനതൊന്ന് തീർക്കണമായിരുന്നു അല്ലേ? അലീനയുമായിട്ട് ബാലേന്ദ്രന് രക്തബന്ധമൊന്നുമില്ലല്ലോ. തൽക്കാലം അവളെ ഒന്ന് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഈ അനിഷ്ട സംഭവങ്ങളെല്ലാം ഒഴിവാക്കായിരുന്നു. അലീനയായിട്ട് എനിക്ക് രക്തബന്ധമില്ലെന്ന് ആര് പറഞ്ഞു? എന്റെ മകളല്ലേ? ആ കഥ ശിവേട്ടൻ പറഞ്ഞില്ലേ വിശ്വമായിട്ട്? എനിക്കറിയാലോ ബാലേന്ദ്ര അവൾ ആരാണെന്ന്. കഴിഞ്ഞ തവണ ഞാൻ പാലയിൽ വന്നപ്പോ എല്ലാം ഊഹിച്ചെടുത്തു. വൈജ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയിട്ടില്ലെന്നും അവളാണ് അലീന എന്ന പേരിൽ ബാലേന്ദ്രന്റെ വീട്ടിൽ നിൽക്കുന്നതെന്നുമല്ല. ഓഹോ, എന്നിട്ട് അളിയൻ മിണ്ടാതങ്ങ് പോയി. അതുകൊണ്ടാണ് പിന്നെ വിളിക്കാതിരുന്നതും പെങ്ങളുടെ പക്ഷം പിടിക്കാതിരുന്നതും അല്ലേ? കൊള്ളാം. നീതി നടക്കട്ടെ എന്ന് വിചാരിച്ചാണ്. സംഭവിച്ചു പോയില്ലേ. 23 വർഷം പുറകിലോട്ടി എന്ന് എല്ലാം വെട്ടിത്തിരുത്താൻ പറ്റത്തില്ലല്ലോ. ഗംഗേട്ടൻ എന്തുകൊണ്ടാ അനിയന്മാരോടും അമ്മമാരോടും പെങ്ങളോടും പറയായിരുന്നത് അലീന വൈജയുടെ മോളാണെന്നും? അത് തുറന്നു പറയുന്നതല്ലേ ശരിക്കുള്ള നീതി? അത് പറഞ്ഞാൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് എനിക്കറിയാം ബാലേന്ദ്ര. നീ വൈജിയുമായിട്ട് പിരിയും, അല്ലെങ്കിൽ അവള് നിന്റെ അടുത്ത് നിന്ന് ഓടിപ്പോവും. മക്കൾ കൂടി അറിഞ്ഞാ അവള് സൂയിസൈഡ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ആരോടും പറയാതിരുന്നത്. നീ സംയമനം പാലിക്കണം ബാലേന്ദ്ര. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് കാണാം, സംസാരിക്കാം. ശരി, മറ്റൊന്ന് ഞാനങ്ങ് എത്തും. ഓക്കെ, നടക്കട്ടെ. ബില്ലൊക്കെ ബാലേന്ദ്രൻ പേയ്തോളും. അവന്റെ ഭാര്യ ഐസിയു കിടക്കുന്നത്. അയാൾ മാന്യാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നാളെ ഞാൻ ചെല്ലുമ്പോ ബില്ല് കാണിച്ചിട്ട് എന്നോട് പറയണം, ബാലചന്ദ്ര ഇത് താൻ പേ ചെയ്യുന്നോ അതോ ഞാൻ പേ ചെയ്യണമെന്നോ? അത് അന്നസ്. ചേച്ചിയുടെ അവസ്ഥ ഓർത്തിട്ട് ബാലേട്ടന് സങ്കടം തോന്നുന്നേ. അത് തനിയെ ഉണ്ടായി വരേണ്ടതല്ലേടോ, അഭിനയിക്കേണ്ടതല്ലോ. എനിക്കിനി നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കണമെന്ന് അശേഷ ആഗ്രഹമില്ല. പിന്നെ മക്കളെ ഓർത്ത് മാത്രം ഞാനൊരു വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാ.